comment and subscribe. അപ്പോൾ മക്കളെ, നമ്മളിന്ന് പഠിക്കുന്ന 6ാം ക്ലാസ്സുകാരുടെ കേരള സിലബസുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ആട്ടോ. സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് തന്നെ, നമ്മൾ ഫസ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി മിന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പൂന്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, എന്തോ ഒരു സാധനം വന്ന് കൈമ കടിച്ചു. അവൾക്ക് നല്ല വേദന എടുത്തു. അപ്പോൾ നോക്കിയപ്പോഴോ ഭയങ്കര ഒരു കുഞ്ഞ്, അത് ഉറുമ്പിനേക്കാളും ചെറിയ സാധനം. അപ്പോൾ അവൾക്ക് അത്ഭുതമായി, ഉറുമ്പിനേക്കാളും കുഞ്ഞ് ഓർഗാനിസംസൊക്കെ ഇവിടെ ഉണ്ടോ. ആൾ വിചാരിച്ചത് എന്താണ്, ഉറുമ്പാണ് ഏറ്റവും ചെറുതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉറുമ്പിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്ത പേജിൽ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉറുമ്പിനേക്കാളും ചെറിയ ഓർഗാനിസംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബോക്സ് അല്ല, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഇൻവേർട്ടഡ് ട്രയാങ്കിളായി നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെയാണ് ഏറ്റവും വലുതാരാ, ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏറ്റവും വലിയ ഒരാൾ, അതായത് എലിഫൻറ്റ്, ആനയാണ് വലുത്. അതിനുശേഷം പിന്നെ ആരാണ്, ഒട്ടകം, ക്യാമലാണ്. അതിനുശേഷം പിന്നെ വരെ ഹോഴ്സ്, കുതിര. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോട്ട്, ആട്, പിന്നെ ആൻഡ്, പിന്നെ അതിന് ശേഷം 3 ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് എന്താണ്, അതായത് ഉറുമ്പിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പിനേക്കാളും കുഞ്ഞതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ലെൻസില്ലേ, ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വലിയ ഇത് കാണുന്നൊരു ലെൻസ്, ഈ ലെൻസ്, അപ്പോൾ ഹാൻഡ് ലെൻസ് എന്ന് പറയും. ഈ ഹാൻഡ് ലെൻസ് വെച്ച് നിങ്ങൾ നോക്കുക, എന്താണ് ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ നിങ്ങളിങ്ങനെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഓർഗാനിസംസ് നമ്മളെ ചുറ്റും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഉണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഓർഗാനിസംസ് നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാത്ത ഓർഗാനിസംസിനെ, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ കാണാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്നിട്ട് മൈക്രോസ്കോപ്പ്. അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈക്രോസ്കോപ്പ് എന്താണ്, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ കാണുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താ പറയുക, ഒരു പുല്ലോ അല്ലെങ്കിൽ മറ്റേ എന്താ വൈക്കോലോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കാം. എന്നിട്ട് മുക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ ചെറിയ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, കുറേ ഇങ്ങനെ ഓർഗാനിസംസ് ആ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. സ്റ്റെയിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ ഓർഗാനിസംസ് കാണാൻ പറ്റും. അവിടെ കുറേ പടങ്ങൾ കൊടുത്തിട്ടില്ലേ. ഫസ്റ്റ് തന്നിട്ടുള്ളത് അമീബ, പിന്നെ സെക്കൻഡ് പാരമീസിയം, മൂന്നാമത് തന്നിട്ടുള്ളത് യുഗ്ലീന. ഇതൊക്കെ എന്താണ്, നമുക്ക് കണ്ണുകൊണ്ട്, നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഭയങ്കര വലുതാണല്ലോ, പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, മൈക്രോസ്കോപ്പിലൂടെ കാണാൻ മാത്രം പറ്റുന്ന ഓർഗാനിസംസാണ് അമീബയും പാരമീസിയവും യുഗ്ലീനയും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളെന്താ പറയുന്നത്, ഇങ്ങനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസ് ഇല്ലേ, ഈ ഓർഗാനിസംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ മൈക്രോ ഓർഗാനിസംസ് എന്ന് ചോദ്യം വരാം. വാട്ട് ആർ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻഡ് ബൈ അവർ നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ബേസിസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അടുത്ത ബോക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ശരീരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ 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 യൂണിറ്റ്സ് കൊണ്ടാണെന്ന് പറയും. നമ്മുടെതല്ല, എല്ലാ ഓർഗാനിസംസിൻ്റെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ 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 യൂണിറ്റ് കൊണ്ടാണ്. ആ യൂണിറ്റിനെ പറയുന്ന പേരാണ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി ഓർഗാനിസംസ്, എല്ലാവരുടെയും ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ യൂണിറ്റ്സ്. അപ്പോൾ ഓർഗാനിസംസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ യൂണിറ്റ്സ്. അപ്പോൾ ഈ സ്മോൾ യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, സെൽസ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് മാർക്ക് ചെയ്തൊക്കെ. വാട്ട് ആർ സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദ ബോഡി ആർ കോൾഡ് സെൽസ്. ഓക്കെ, ഇനി ഈ സെൽസിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓർഗാനിസംസിനെ എന്ത് ചെയ്യാം, 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് ഒരൊറ്റ സെല്ലുകൾ, അതായത് ഒറ്റൊരു സെല്ലേ അവിടെ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ പറയുന്നതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഒറ്റ സെല്ലുകാർ പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസം. കുറേ സെൽസ്, ഇപ്പോൾ നമ്മുടെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ മില്യൺ കണക്കിന് സെൽസ് കൊണ്ടാണ്, മില്യണോ ബില്യണോ അത്ര കണക്കിന് സെൽസ് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കപ്പോൾ അത്രയും സെൽസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. കുറേ സെൽസ് അവരെ മൾട്ടി, ഒരൊറ്റ രണ്ടാളെ യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൻ്റെ എക്സാമ്പിൾ
എക്സാമ്പിൾസ് വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ കാണാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ അമീബ, പാരമീസിയം, യുഗ്ലീന എന്നൊക്കെ പറഞ്ഞത്, ബാക്ടീരിയ, ഇതൊക്കെ എന്താണ്, അത് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത ഓർഗാനിസംസിൽ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ ഓർഗാനിസംസ് ഒക്കെ വരുന്നത് യൂണിസെല്ലുലാറിലാണ്. ഇതിനാണ് യൂണിസെല്ലുലാറിലാണ് വരുന്നത്. ഇനി മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് നമ്മൾ ചെടികൾ, എനിമൽസ്, നമ്മളൊക്കെ എന്താണ് മൾട്ടി സെല്ലുലാറിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിനടിയിൽ നമ്മൾക്ക് പിന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ക്വസ്റ്റ്യനാണ്, അതായത് ഇങ്ങനെ ആൾക്കാർ വലുതാവും തോറും ഈ സെൽസിൻ്റെ വലുപ്പം കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത് പറയുന്നുണ്ട്, ചെറിയ കുട്ടിയും ഒരു വലിയൊരാൾ നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഈ വലിയ ആൾക്ക് വലിയ സെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. അവരൊരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരുടെയും സെല്ലെടുത്ത് നിങ്ങൾ നോക്കാം, മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ, കാരണം സെല്ലിൻ്റെ വലിപ്പം വലുതാവുമ്പോൾ വെച്ച് കൂടില്ല. അവരതിൻ്റെ അടിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് വലിയ വീട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വലിയ കട്ട ഉപയോഗിക്കും, ചെറിയ വീടിന് ചെറിയ കട്ട, അങ്ങനെ ഉണ്ടോ? ഇല്ല, എല്ലാത്തിനും ഒരുപോലെ. അതായത് വയസ്സ് കൂടുന്നതനുസരിച്ച് സെല്ലിൻ്റെ വലിപ്പമൊന്നും കൂടില്ല എന്നാണ് അവിടെ ഒരു ഉത്തരം വരുള്ളൂ. പിന്നെ അവിടെ ഒരു ബോക്സിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ശരീരം മില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആനയ്ക്കപ്പം എന്തോരം സെൽസ് ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരം പറഞ്ഞു മില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. മില്യൺസ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ ഒരേ ഷേപ്പ് ഓഫ് സെൽസ് ആയിരിക്കും, എല്ലാത്തിനും ഒരു ഷേപ്പ് ഓഫ് സെൽസ് ആയിരിക്കും, അല്ല പല ഭാഗത്തിനും പല എന്താണ് ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കവിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ സെൽസ് ഷേപ്പ് വേറെ ആയിരിക്കും, അങ്ങനെ പലതിനും ഷേപ്പ് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മസിലിൻ്റെ സെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ടോ, അത് മസിൽ സെല്ലാണ്. പിന്നെ അടുത്ത ന്യൂറോൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നെർവിലുള്ള സെൽസിൻ്റെ പേരാണ്, അത് ന്യൂറോണിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. പലർക്കും പല ഷേപ്പാണ്, ഡിഫറെൻറ്റ് ഷേപ്പുകളാണ് ഉണ്ടായിരിക്കുക, ഒരേപോലത്തെ ഷേപ്പ് അല്ല എന്തുണ്ടായിരിക്കുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഭാഗമാണ് അടുത്തത്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സെൽ. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഇവിടെ ഒരു അനിമൽ സെല്ല് തന്നിട്ടുണ്ട്. ഈ അനിമൽ സെല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരിക്കുക എന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു സെല്ലിൻ്റെ നടുഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. പഠിച്ചേക്കാം, സെൻറ്റർ ഓഫ് ദ സെൽ. ഒരു സെൻറ്റർ ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. പിന്നെ ഈ സെല്ലിൻ്റെ പുറത്തെ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിനെ, ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഉൾഭാഗം ന്യൂക്ലിയസ്, പുറം ഭാഗം സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ ഇങ്ങനെ ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ടായിരിക്കില്ലേ, അതിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഇത് നമുക്ക് ആ ബോക്സിൽ തന്നിട്ടുണ്ട്. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എക്സിട്ര ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സെൽസ് അല്ല. ആ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ, സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിങ് ഓഫ് ദ സെൽ, മാട്രിക്സ് ഫിൽഡ് ഇൻസൈഡ്, അതായത് അതിൻ്റെ ഉള്ളിലത്തെ സ്ഥലത്തിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ വൈറ്റ് ബ്ലഡ് സെല്ല്, ചീക്ക് സെല്ലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. ഇനി അടുത്തത് പറയുന്നുണ്ട് പ്ലാൻ ബോഡി. അതായത് നിങ്ങൾ ഒരു ചെടിയിൽ നിന്നിട്ട് ഇതുപോലൊരു സെല്ല് എടുത്തിട്ട് നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കൂ, അപ്പോൾ നമുക്ക് കാണാം പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സെൽസും അനിമൽസിൻ്റെ സെൽസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അനിമൽസിൻ്റെ സെൽസിൽ പറഞ്ഞു അതിലെന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, നമ്മൾ മുന്നത്തെ പിക്ചറിൽ കണ്ടു. പക്ഷേ അനിമൽസിൻ്റെ സെൽസിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലാണ്. ഒന്നാമത്തത്, അനിമൽസിൻ്റെ സെൽസിൽ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ഔട്ടർ ലെയർ, അതിൻ്റെ മുകളിൽ വേറെ ഒരു ലെയറും കൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ലെയറിനെ പറയുന്ന പേരാണ് സെൽ വാൾ. ഇപ്പോൾ ആ പിക്ചറിൽ നോക്കിയാൽ അറിയാം, സെൽ വാൾ എന്ന് പറയുന്ന ഒരു റെഡ് കളർ സാധനം തന്നിട്ടുണ്ട്. അതെന്താണ്, സെൽ മെംബ്രെയിൻ്റെ മുകളിൽ ഇവർക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അത് പ്ലാന്റ് സെൽസിന് മാത്രം കാണാൻ പറ്റുന്നതാണ്. ഇനി അത് കൂടാണ്ട് നമുക്കറിയാം ചെടികൾക്ക് എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് വേണം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പച്ച കളർ സാധനം വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തുണ്ടായുള്ളൂ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയണതും സൈറ്റോപ്ലാസ്റ്റിൽ അവിടെ കിടക്കുന്ന കാണുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ, ചെടികൾക്ക് മാത്രം കാണുന്നതാണ്. അപ്പോൾ അതും എന്താണ് ഇവർക്ക് പ്രത്യേകതയാണ്, അവിടെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് കുറേ സ്പേസ് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് അവർ പറയുന്ന പേരാണ് വാക്യൂൾ എന്ന് പറയും. അപ്പോൾ ആ വാക്യൂളും ആർക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ചെടികൾക്ക്, അതായത് പ്ലാന്റ് സെൽസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ചെടികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ആ ബോക്സിൽ നിങ്ങൾ എഴുതണം പാർട്സ് ഓഫ് സെൽസ്. ന്യൂക്ലിയസ് ആരിലുണ്ട്, അനിമൽ സെൽസിലുണ്ട്, പ്ലാന്റ് സെൽസിലുണ്ട്. സെൽവാള് പ്ലാന്റ് സെൽസിൽ മാത്രമുള്ള അനിമൽസിലില്ല, അപ്പോൾ വെട്ടിടാം. ഇനി അടുത്തത് നമുക്ക് എഴുതാം, പ്ലാന്റ്സിൽ മാത്രമേ, വാക്യൂള് പ്ലാന്റ് സെൽസിന് മാത്രമേ ഉള്ളൂ, അനിമൽസിലില്ല. പിന്നെ എന്താണ്, ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ, അനിമൽസിനില്ല. സെൽ മെംബ്രെയിൻ രണ്ടെണ്ണത്തിലുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് സൈറ്റോപ്ലാസം, അത് രണ്ടെണ്ണത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. പിന്നെ അടുത്ത് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ്, ഇതുപോലൊരു ചെടിയുടെ ഇത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഷേപ്പും സൈസൊക്കെ നിങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇതാണ്. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. വാട്ട് ആർ മൈക്രോ ഓർഗാനിസംസ്? എന്താണ് മൈക്രോ ഓർഗാനിസംസ്? അതായത് നമ്മുടെ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ് ഐസ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തവരാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്തിട്ട് നമ്മൾ പറയുന്നത്. ആ ഇൻസ്ട്രുമെൻ്റ് പേരാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് എ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള സ്മോളസ്റ്റ് യൂണിറ്റിനാണ് എന്ത് പറയുന്നത്, സെൽസ് എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. യൂണിസെല്ലുലർ എന്ന് വെച്ചാൽ ഒരൊറ്റ സെല്ലുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് ആരൊക്കെ? അമീബ, പാരമീസിയം, ബാക്ടീരിയ. ഓക്കെ, മൾട്ടി സെല്ലുലർ എന്ന് പറയുമ്പോൾ കുറേ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലർ ആയ ആൾക്കാർ, അവർ നമ്മൾക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര കുഞ്ഞി ആൾക്കാരാണ് അല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്, സ്മോൾ ആണ് എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും പഠിക്കണം. അപ്പോൾ പ്ലാന്റ് സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലാണ്. അനിമൽസ് ചിലപ്പോൾ പിക്ചർ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പിക്ചറും വേണമെങ്കിൽ വരയ്ക്കാൻ പഠിച്ചു കേട്ടോ, ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ അനിമൽ സെൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നടുഭാഗം ന്യൂക്ലിയസ്, പുറത്ത് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സെൽ മെമ്പറി, അതിന് നടുവിലത്തെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗത്തിന് സൈറ്റോപ്ലാസം. പക്ഷേ എന്തുണ്ട്, പ്ലാന്റ് സെൽസിൽ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പച്ച കളറുള്ള സാധനം ഉണ്ട്. പിന്നെ അവർക്ക് പുറത്തൊരു ലെയർ എന്ന് പറയുന്നത് സെൽ വാളുണ്ട്. പിന്നെ വാക്യൂളും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്തൊരു മൊഡ്യൂളായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ബൈ.